അറിഞ്ഞില്ലേ നിങ്ങള്? ബിഗ് ബോസ് സീസൺ 6 കണ്ടസ്റ്റൻസ് ആയിട്ടുള്ള അനീഷിനെയും അനുമോളെയും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ, എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ കഴിഞ്ഞാൽ അത് അവിടെ വിടണം, അല്ലാതെ അതും തലയ്ക്ക് പിടിച്ചുകൊണ്ട് പുറത്ത് വന്നിട്ട് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് തമ്മി തല്ലുന്നതിനകത്തോട്ട് എനിക്ക് വലിയ യോജിപ്പില്ല. എന്താ പ്രശ്നം? കഴിഞ്ഞ ദിവസം മൈൽ സ്റ്റോൺ മേക്കേഴ്സിന്റെ ഒരു അവാർഡ് ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. ആ അവാർഡ് ഫംഗ്ഷന് അനീഷിനെയും ഈ അനുമോളെയും അവർ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഈ അനീഷിന് അവാർഡ് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഈ അനുമോളും പിന്നെ വേറെ ആരൊക്കെയോ ചേർന്നാണ് അനീഷിന് അവാർഡ് കൊടുത്തത്. അപ്പൊ അനീഷ് എന്തോ ചെയ്തത്, നേരെ വീട്ടിൽ ചെന്നിട്ട് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒരു പോസ്റ്റ് അങ്ങിട്ട് മൈൽ സ്റ്റോൺ മേക്കേഴ്സിന്റെ ഡിജിറ്റൽ മീഡിയ സ്റ്റാർ ഓഫ് ദി ഇയർ 2026 എന്ന അവാർഡ് എനിക്ക് കിട്ടുമ്പോൾ അംഗീകരിക്കപ്പെട്ടതിന്റെ നിർവൃതി തീർച്ചയായും ഉണ്ട്. അപ്പൊ പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. ഒരുപാട് സിനിമകളുടെ ഭാഗമായ അഭിനേത്രി പ്രിയങ്കയും ടെലിവിഷൻ കോമഡി പ്രോഗ്രാമുകളിൽ പങ്കെടുത്തിരുന്ന അനുമോളുമാണ് ഈ പുരസ്കാരം നൽകിയത്. ഇവൻ ശരിയല്ല, ഇവന്റെ ഉണ്ടകണ്ണ് കണ്ടാലറിയാം. എന്നാലും ഇവൻ ഇങ്ങനൊരു കടുങ്കൈ ചെയ്യുന്ന ഞാൻ വിചാരിച്ചില്ല. നിനക്കിതെങ്ങനെ സഹിക്കാൻ കഴിയും ജോസേ? ശരിക്കും പറഞ്ഞാൽ ഉണ്ടല്ലോ, അനാവശ്യമായിട്ട് ഒരു കോൺട്രവേഴ്സി ഈ ഒരു വ്യക്തി ഉണ്ടാക്കിയതാണ്. നിനക്കതൊക്കെ എങ്ങനെ സാധിക്കുന്നു? അനുമോൾക്ക് ഇപ്പോൾ ഒരു പ്രൊഫൈലുണ്ട്, ബിഗ് ബോസിന്റെ ഒരു ടൈറ്റിൽ ഉണ്ട്. പോട്ടെ, ബിഗ് ബോസിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണെന്നുള്ള രീതിയിൽ വേണമെങ്കിലും എഴുതി വെക്കാം. പക്ഷേ ഇതെന്തുവാ, ഏതൊക്കെയോ കോമഡി പ്രോഗ്രാമിനകത്ത് ഉണ്ടായിരുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിലൊക്കെ ആണ് ഇവിടെ വന്ന് അനീഷ് എഴുതിയിരിക്കുന്നത്. പറയുന്ന നിനക്കില്ലേലും കേൾക്കുന്ന എനിക്കില്ലടാ ഒരു ചളുപ്പ്. നിനക്ക് നാണമുണ്ടോ? അനുമോൾ എന്നിട്ട് ഇതിനെ പ്രതികരിച്ച് കുറച്ച് സ്റ്റോറിയൊക്കെ ഇട്ട്, വിജയിച്ചവർ മുന്നോട്ട് പോകും, ജയിക്കാൻ പറ്റാത്തവർ പഴയ കഥ പിടിച്ചു നിൽക്കും. ഒരു റീ എൻട്രിക്ക് ശ്രമിക്കുമ്പോ ആരംഭത്തിൽ അപമാനം. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണ് അതിന്റെ വിധി. ഒരാളുടെ മൂല്യം കുറച്ചെഴുതാം, പക്ഷേ ആളുകളുടെ സ്നേഹം കുറച്ചെഴുതാൻ ആരായാലും കഴിയില്ല. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. ഇനി തോന്നിയാസം പറഞ്ഞു നടന്നാലുണ്ടല്ലോ നാട്ടിലടിച്ചാൻ സൂപ്പാക്കും. ശവത്തെ കുത്തരുത്. അപ്പൊ താൻ ആരാണെന്ന് സ്വയം ഒരു ബോധം ഉണ്ടല്ലോ. നന്നായി. വെറുതെ ഒരാളെ ഇൻസൾട്ട് ചെയ്യുന്നതിനുള്ള രീതിയിൽ ചെന്നിട്ട് അങ്ങനെ ഒരു പോസ്റ്റ് ഇടേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഒരു അബദ്ധങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെയാണല്ലോ നിന്റെ ജീവിതം. അയ്യോ കുഴപ്പമായി. ഓടിയാലോ? വേണ്ട, അവള് നമ്മളെ പറ്റിയാ പറഞ്ഞത്, നമ്മളെ പറ്റിയല്ല നിന്നെ പറ്റി. എന്നെ ചെറുതാക്കി എഴുതാം, പക്ഷേ 16 ലക്ഷം വോട്ടുകൾ ചെറുതാക്കാൻ ആരായാലും കഴിയില്ല. പിന്നെ നാണക്കെടുത്തി എന്റെ കൺമുമ്പിൽ എങ്ങനെ വന്ന് നീ പെട്ടുപോയാൽ നിന്നെ ഞാൻ തുപ്പു. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഒരു ആന കുത്താൻ വരികയാണെന്ന് കരുതി നീ അങ്ങോട്ട് നേരിടും. സ്ത്രീവിരോധി എന്നും പറഞ്ഞാണ് അനീഷ് അവിടെ ചെന്ന് കയറുന്നത്. അതിനുശേഷമാണ് അനീഷ് ഈ അനുമോളെ ചെന്ന് പ്രപ്പോസ് ചെയ്തത്. ആ പ്രപ്പോസ് ചെയ്ത വായും കൊണ്ടൊക്കെയാണ് ഇങ്ങനെയുള്ള രീതിയിൽ വന്നിരുന്ന് വിളിച്ച് പറയുന്നത്. നിന്നെ ഇതിനൊന്നും കൊള്ളുകയില്ലെന്ന് നീ വീണ്ടും വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് എന്റെ വിജയ. ഇത്രേ ഉള്ളൂ ഞങ്ങളുടെ ബുദ്ധി. ചീറ്റി പണ്ടാറൊടുക്കി പോയി. പറ്റിയില്ലല്ലോ. സജി, വീട്ടിൽ തന്നെ ഇരുന്നാ മതി, നീ പുറത്തോട്ടൊന്നും ഇറങ്ങാൻ നിൽക്കണ്ടാട്ടാ.